എങ്ങനെ വിലയിരുത്തുന്നു പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലും CPM-ന്റെ ഇത്തരത്തിലുള്ള മയപ്പെടുത്തലും അടിപതറലും കാണുമ്പോൾ? അതെ, ഇതിന്റെ പുറകിൽ ആചാരലംഘനം നടത്തണമെന്നുള്ള CPM-ന്റെ പിടിവാശിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പിറകിലുള്ള മറ്റ് പല രഹസ്യങ്ങളുമുണ്ട്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ പത്മകുമാറിനെ ഭയന്ന മടിശീലക്കാരാണ് ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് അദ്ദേഹത്തിനെതിരെയുള്ള ആ കുറ്റപത്രം മടക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ പിറകിൽ ധാരാളം കളികളുണ്ട്. കാരണം പത്മകുമാർ ഒരു ചെറിയ മീനൊന്നുമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇപ്പോൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളെപ്പറ്റി അയാൾ ബോധവാനായിരുന്നു. അതുകൊണ്ട് അയാൾ കൃത്യമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ഒക്കെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങളിൽപ്പെട്ട ആൾക്കാർ വഴി പുറത്തെത്തിച്ചു. എത്തിച്ചപ്പോൾ അപ്പോഴാണ് ഈ മാർക്സിസ്റ്റുകാരായ മണ്ടന്മാർക്ക് അപകടം മണക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അവര് പുറത്താക്കാനിരുന്ന പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു അപകടമുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആ അവസ്ഥയിലാണ്, തൃശങ്കുവിലാണ് പത്മകുമാർ നിൽക്കുന്നത്. പത്മകുമാറിനെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചാലും അല്ലെങ്കിൽ പാർട്ടി ഏത് അച്ചടക്ക നടപടി സ്വീകരിച്ചാലും അയാളുടെ ഇരിക്കുന്ന ബോംബ് അയാൾ പൊട്ടിക്കും. അത് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് പോകുമെന്നുള്ളത് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ണൂർ ലോബി പുറത്ത് വന്ന് ഈ പത്മകുമാറിനെ ആശ്വസിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അയാൾക്കെതിരെ അച്ചടക്ക നടപടി ഈ സസ്പെൻഷനിൽ മാത്രമായി ഒതുക്കിയത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു അന്നത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കളികളായിരുന്നു ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്. എന്തു വന്നാലും ആചാരലംഘനം നടത്തണം. ഞങ്ങള് ഈ പുരോഗമനത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് ഞങ്ങളാണ് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി യുവതികളെ പ്രവേശിപ്പിച്ചതെന്ന് ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഭാവിയിൽ എഴുതപ്പെടണമെന്ന് ആഗ്രഹിച്ചതാണ് അവർ. പക്ഷേ അത് പാർട്ടിയുടെ നാശത്തിലേക്കാണ് പോയത്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർ തകർന്നുപോയ ഒരു പാരമ്പര്യമാണ്. നമ്മുടെ ദിവസവും ഉണ്ടാകുന്ന വാർത്തകൾ അതിന്റെ സൂചനകളാണല്ലോ. അതുകൊണ്ട് 100% ഉറപ്പാണ് പത്മകുമാറിനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ കുറെ കാലം കഴിയുമ്പോൾ മയപ്പെടുത്തും, ഇല്ലാതാക്കും. പാർട്ടി സ്വാഭാവികമായും അതിന്റെ അന്ത്യത്തിലേക്ക് അയ്യപ്പ കോപം നിമിത്തം പോകുമെന്നുള്ളത് ഉറപ്പാണ്. യെസ്, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്.